ഇപ്പോൾ വീണ ജോർജ് മാധ്യമങ്ങളെ കാണും തത്സമയം. സാധ്യമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് നിയമപരമായി സാധ്യമാണെങ്കിൽ അത് നടത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് അതിലൊരു ഈ കേസുമായി ബന്ധപ്പെട്ട് വകുപ്പ് വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. കാരണം അത് കുടുംബ കോടതി തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് ഈ ഫൈനൽ ഓർഡറിന് വേണ്ടി തിങ്കളാഴ്ച ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശനിയാഴ്ച തന്നെ നമ്മൾ ആ കേസിൽ സർക്കാർ കക്ഷിയല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും നിയമോപദേശം തേടിക്കൊണ്ട് അതിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഇതിൽ വകുപ്പ് തലത്തിലൊരു അന്വേഷണം ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയും ഈ ഉത്തരവ് ഈ ഓർഡർ ഒന്ന് മാറ്റിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. കോടതി അത് വളരെ അനുകൂലമായിട്ട് തന്നെ അതിനെ സ്വീകരിച്ചു. അതുമാത്രമല്ല, അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 30-നാണ് എന്ന് തോന്നുന്നു സർക്കാർ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന് കാരണം കോടതി ചോദിച്ചു എന്താണ് സർക്കാരിൻ്റെ നിലപാട് ഇതിൽ, അതായത് ഇത് ഫർദർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി തന്നെ അന്ന് നമ്മൾ പറഞ്ഞു DNA പരിശോധന നടത്തണം. അപ്പോൾ DNA പരിശോധന നടത്തണം എന്നുള്ളത് സർക്കാരിനെ കോടതിയോട് സത്യവാങ്മൂലത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു, ആ കാര്യം അറിയിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ബയോളജിക്കൽ മദറിന് അനുപമയാണ് ആ കുഞ്ഞിൻ്റെ അമ്മയെങ്കിൽ അത് എത്രയും വേഗം കിട്ടട്ടെ, അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള, പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞ് ദത്ത് നടപടികളിലുള്ള കുഞ്ഞാണ്. പക്ഷേ കോടതി അതിൻ്റെ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഫൈനൽ ഓർഡർ നടത്തിയില്ല. ഫൈനൽ ഓർഡർ ആയി പോയായിരുന്നെങ്കിൽ അത് പിന്നെ കുറച്ചുകൂടി നിയമപരമായിട്ടുള്ള സങ്കീർണതകൾ അതിൽ ഉണ്ടായേനെ. അപ്പോൾ ആ സങ്കീർണതകളിലേക്ക് പോകാതെ ഈ ഘട്ടത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്നതിൻ്റെ ബെസ്റ്റ് ഇതിലാണ് നമ്മൾ ഇടപെട്ടത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് DNA പരിശോധനകൾ നടത്തി ആ കുഞ്ഞിൻ്റെ പ്രൈവസി, കുഞ്ഞിൻ്റെ അടിസ്ഥാനപരമായി കുഞ്ഞിൻ്റെ റൈറ്റ്സാണ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കുഞ്ഞിൻ്റെ സംരക്ഷണം, കുഞ്ഞിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. അപ്പോൾ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായി ആ കുഞ്ഞിൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇനി DNA പരിശോധന അനുപമയുടെ കുഞ്ഞാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുശേഷം കോടതി അതിന്മേലുള്ള മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കും. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്, അത് ശരിയാണെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധന നടത്തുക സർക്കാർ. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരുടെ നടപടി ഉണ്ടാകും. പക്ഷെ അത് തീർത്തും തെറ്റായ ഒരു വാർത്തയാണ്. അതെങ്ങനെ ആ വാർത്ത വന്നു എന്നുള്ളത് അറിയില്ല. കാരണം 2015 കേന്ദ്ര നിയമം അനുസരിച്ചു, 2017 അഡോപ്ഷൻ റെഗുലേഷൻ അനുസരിച്ചു ഇത് ഇങ്ങനെയുള്ള സമിതികൾക്ക് ഒരു ലൈസൻസാണ് വേണ്ടത്, അത് സ്റ്റേറ്റ് ആണ് നൽകേണ്ടത്. നമ്മുടെ വകുപ്പ് ഇത് സംബന്ധിച്ച ലൈസൻസ് നേരത്തെ നൽകിയിട്ടുണ്ട്. ആ ലൈസൻസ് 2022 ഡിസംബർ വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഇക്കാര്യം അന്വേഷിച്ചു. അപ്പോൾ അതിലൊരു ഏത് രീതിയിലാണ് ആ വാർത്ത വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിന് ഓൾറെഡി നേരത്തെ തന്നെ ഈ ലൈസൻസ് ഉള്ളതാണ്. ആ ലൈസൻസ് ഞാനീ പറഞ്ഞ 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന് നേരത്തെ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. ആ ലൈസൻസാണ് ഇപ്പോഴും തുടരുന്നത്. ഡിസംബർ 22, അടുത്ത വർഷം ഡിസംബർ മാസം വരെ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിലൊരു സമരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ കുഞ്ഞ് ദത്ത് പോകുന്നതിൽ ഇടപെട്ട ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ്. അപ്പം മറ്റൊരു കാര്യം കൂടി അനുഭവം ആരോപിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടറി അക്കാര്യത്തിൽ കുഞ്ഞാണല്ലോ പ്രധാനം, മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിൽ സംസാരിച്ചു എന്നുള്ള ഒരു ആരോപണമാണ്. അപ്പം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ നടപടി സംബന്ധിച്ച് എന്തൊക്കെ ഉറപ്പാണ് അനുഭവമിക്ക് നൽകാൻ സർക്കാരിന് കഴിയുക? ഇതിൽ ഈ വകുപ്പ് എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതി ഇല്ല. പക്ഷേ റിട്ടേൺ പരാതി വേണ്ട. ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ ഒരു പ്രശ്നം അത് മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ അതിൽ ഇടപെടുകയും, ഞാൻ തിരുവനന്തപുരത്തില്ലായിരുന്നു, എന്നിട്ട് പോലും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞിട്ട് വാക്കാൽ പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടുന്ന് ലെറ്റർ കൊടുത്തിട്ടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അപ്പോൾ വനിതാ ശിശുവികസന ഡയറക്ടറെ ചുമതലപ്പെടുത്തി, പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലപ്പെടുത്തി. അപ്പോൾ അത് ഈ വിഷയത്തിൻ്റെ ഗൗരവം, കാരണം പറയുന്ന ആരോപണങ്ങളുടെ ഗൗരവം കണ്ടുകൊണ്ടാണ് ആ രീതിയിലുള്ള വകുപ്പ് തല അന്വേഷണം നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ റിപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ഇന്നാണ് വന്നത്.
ഞാൻ 3-4 ദിവസം വടക്കൻ ജില്ലകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നോ നാളെയോ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഈ ആരോപണങ്ങളിൽ പറയുന്നതിൽ കഴമ്പുണ്ടോ, അതായത് ഈ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് കുഞ്ഞ് എത്തപ്പെട്ട നിമിഷം മുതൽ, അപ്പോൾ അവിടെ മുതലാണ് നമ്മളുടെ വകുപ്പിൻ്റെ ഉത്തരവാദിത്വമുള്ളത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി പരിശോധിക്കാനാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്. അതിൽ ഡയറക്ടറുടെ അന്വേഷണത്തിൻ്റെ അത് പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. അനുപമയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യവും ഓഫീസിൻ്റേതായിട്ട് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാവുകയുമില്ല. ഇപ്പോൾ ഇത്രമാത്രം ഈ വിഷയങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. അനുപമയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രസ്താവനകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ കാണേണ്ടത് ഒരു അമ്മ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെ അടക്കാനാവാത്ത ആഗ്രഹം ആണ് അനുപമയ്ക്കുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആ കുഞ്ഞാവട്ടെ, അനുപമയുടെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മളിപ്പം സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതാണ്, നിയമപരമായി ഇതിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ചെയ്യണം. ഇപ്പോൾ തന്നെ കോടതിയുടെ കുഞ്ഞിൻ്റെ DNA പരിശോധന നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷമുള്ള നടപടികൾ, അതിൽ സാധാരണ നടപടിക്രമങ്ങളിലേക്ക് നോക്കിയിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണത് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം, ഇപ്പം ഇതിലൊരു വൈകിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടെന്നും അനുഭവം പറയുന്നു. അപ്പം ഇതിലിപ്പം DNA ഇൻ കേസ് പോസിറ്റീവ് ആയാൽ എത്രത്തോളം ഇത് സമയമെടുക്കും? അത് ഒരു ലീഗൽ പ്രൊസീഡിങ്സ് വഴി കോടതി തന്നെയാണോ നമ്മളത് എടുക്കുക, അത് നമ്മൾ സർക്കാർ എന്ന നിലയിൽ സമിതി വഴിയുള്ള തീരുമാനമാണ്? അല്ല, കോടതി വഴിയാണ്. അപ്പോൾ കോടതി ഇതിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, DNA പരിശോധന നടത്തിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ. കാരണം ഈ കുഞ്ഞ് അഡോപ്ഷൻ പ്രൊസീജിയറിൽ ഇരുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ കുഞ്ഞിനെ കാണണം എന്നുള്ള അനുപമയുടെ ഇതിലും അത് ഈ പ്രൊസീജിയറിലുള്ള കുഞ്ഞായതുകൊണ്ട് അത് നിയമപരമായ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് അത് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്, അതായത് ഇതിപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ബയോളജിക്കൽ മദർ ആണെങ്കിൽ അനുപമയ്ക്ക് കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊസീജിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടി പരിശോധിക്കും. അത് ഈ ഒരു കേസിന് മാത്രമല്ല, നമ്മുടെ മുഴുവനായിട്ടുള്ള. അപ്പോൾ ആ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് റിപ്പോർട്ട് വരട്ടെ, നമുക്കത് പരിശോധിക്കാം. ഈ ഫുൾ പ്രൊസീജിയറും, അതായത് ഇപ്പോൾ വകുപ്പിൻ്റെ അന്വേഷണം മുഴുവൻ നമ്മൾ അത് വീഡിയോയിൽ പകർത്തപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആവശ്യമെങ്കിൽ DNA പരിശോധന ഉൾപ്പെടെ സാക്ഷികളുടെ, അതുപോലെ അതിൽ വീഡിയോയിൽ പകർത്തണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സെൻസിറ്റീവായിട്ടുള്ള കേസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അതിൽ ഒരു അവ്യക്തതയില്ല, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ വെച്ച് കുഞ്ഞിനെ പരിശോധിച്ചാൽ മതിയായിരുന്നു. കാരണം ഈ കുഞ്ഞ് ആന്ധ്രയിലുള്ള ഇപ്പോൾ ഈ കുഞ്ഞ് എടുത്ത മാതാപിതാക്കളുടെ സംരക്ഷണയിലിരിക്കുമ്പോഴും DNA പരിശോധന നടത്താമായിരുന്നു. പക്ഷേ അതിൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം CWC കുഞ്ഞിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിന് പരമാവധി ട്രാൻസ്പെറൻ്റായി ചെയ്ത് തന്നെ മുന്നോട്ട് പോകും, അതിലൊരു സംശയവും വേണ്ട. വാക്സിൻ സംബന്ധിച്ചാണ് 100% എത്തുന്നില്ല. ഇപ്പോൾ 2ാം ഡോസ് എടുക്കാൻ തന്നെ വിമുഖത ഉണ്ടെന്ന് പറയുന്നത്, അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മൾ 96% ഫസ്റ്റ് ഡോസായി. അപ്പോൾ അതിൽ ഒരു ഘടകം നമുക്ക് ഈ കോവിഡായിട്ട്. ഏതായാലും ദത്ത് വിവാദത്തിൽ ആരോഗ്യമന്ത്രിയുടെ വ്യക്തമായ വിശദീകരണമാണ്. എല്ലാം നിയമപരമായും സുതാര്യവുമായാണ് ഇപ്പോൾ നടപടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. അതെല്ലാം ക്യാമറയിൽ പകർത്തുന്നുകൊണ്ട് സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുന്നു. ഏതായാലും ശിശുക്ഷേമ സമിതിക്ക് ലൈസൻസ് ഇല്ല എന്ന വാർത്ത തെറ്റാണ് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്.